ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66-ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഞാൻ ഈ ബൈപ്പാസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു കമൻറ്റ് ഇങ്ങനെ വരും, നിങ്ങൾ ഈ ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഒരു മാപ്പ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മതിലകം ബൈപ്പാസിൻ്റെ ഒരു റൂട്ട് മാപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇടത് ഭാഗത്തുള്ളത്. അതിൽ നീല കളർ വരുന്ന റോഡ് ഉണ്ടാവും, അതാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ട് നിങ്ങൾ ഒരു ബ്രൗൺ വര മാതിരി, അതാണ് ബൈപ്പാസ്. തൃശ്ശൂർ ജില്ലയിൽ ടോട്ടലായിട്ട് 7 ബൈപ്പാസുകളുള്ളത്. അതിൽ 6 ബൈപ്പാസ് പുതിയതുമാണ്. ഒന്ന് പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വീതി കൂട്ടി വരികയാണ്. അതിൽ 6ാമത്തെ ബൈപ്പാസ് മതിലകം ബൈപ്പാസ് ഇടാം. അപ്പോൾ നമ്മളിന്ന് മതിലകം ബൈപ്പാസിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് പള്ളിനടയിൽ നിന്നാണ്. പള്ളിനടയിൽ നിന്ന് നേരെ പുന്നക്ക ബസാർക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് മതിലകം ബൈപ്പാസിന്റെ 13ാമത്തെ വീഡിയോ കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാനിപ്പോൾ പള്ളിനടയിലിട്ടോ. പള്ളിനട ഇവിടെ സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൈൻ ബോർഡിന്റെ അവിടെ ഇരിക്കുന്നത് തൃപ്രയാറ്, പൊന്നാനി, പിന്നെ മുംബൈക്ക് ഇവിടുന്ന് ഏകദേശം 1252 കിലോമീറ്റർ മാത്രമുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മതിലകം ബൈപ്പാസിനെ കുറിച്ച് പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക വയഡക്റ്റ് വന്നിരിക്കുന്നത് ഈ മതിലകം ബൈപ്പാസിലുമാണ്. 1.2 കിലോമീറ്റർ ആണ് വയഡക്റ്റിന്റെ നീളം. അതുപോലെ തന്നെ ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പോഴും അറിയില്ല. നമ്മൾ ദേശീയപാത 66-ന്റെ വികസനം വന്ന സമയത്താണ് വയഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് കേട്ടത് കേട്ടോ. ഈ വയഡക്റ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ചെരിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കാണ് വയഡക്റ്റ് നിർമ്മിക്കുക. അപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ്. അപ്പൊ മതിലകം ബൈപ്പാസിന്റെ ഫസ്റ്റ് വയഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു, ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. ഈ തൃശ്ശൂർ റീച്ചിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എല്ലാ ടൗണുകളും ബൈപ്പാസ് മുഖാന്തരമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ചാവക്കാട് ബൈപ്പാസ്, വാടനപ്പള്ളി ബൈപ്പാസ്, പിന്നെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ്, ചന്ദ്രാപ്പിന്നി ബൈപ്പാസ്, മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസ്, പിന്നെ നമ്മുടെ മതിലകം ബൈപ്പാസും. അപ്പൊ നമ്മുടെ മതിലകം ബൈപ്പാസിൽ വന്ന വയഡക്റ്റിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വയഡക്റ്റിന്റെ അടിഭാഗത്തുകൂടെ ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് എസ് എൻ പുരത്തു നിന്നും പൂവത്തും കടവ് എന്ന് വെച്ചാൽ കോണത്തുംകുന്ന് ഭാഗത്തേക്കാണ് ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അത് ഈ പാലത്തിന്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു, ലൈൻ മാർക്കിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വയഡക്റ്റിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബൈപ്പാസിൽ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചില സ്ഥലങ്ങളിലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയഡക്റ്റ് കഴിഞ്ഞിട്ട് ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്, ആ ഭാഗത്തൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വയഡക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് മതിൽമൂല ഭാഗത്തുണ്ട്. ഈ മതിൽമൂല ഭാഗത്തുള്ള അണ്ടർപാസ് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടോ. എന്തായാലും ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ക്രാഷ് ബാരിന്റെയും ഡിവൈഡറിന്റെയും വർക്കാണ് നടക്കാനുള്ളത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള 2 ഭാഗത്തും പിന്നെ സർവീസ് റോഡ് ഇല്ല കേട്ടോ. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് W സ്റ്റീൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ട്. അന്ന് വരുന്ന സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്റെ ബുള്ളറ്റ് കൂടെ താണു പോയിട്ടുണ്ടായിരുന്നു. കാരണം അധിക സ്ഥലത്തും ചെമ്മണ്ണല്ല ഉപയോഗിച്ചിരുന്നത്. ഈ പുഴയിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന് മണ്ണിച്ചിട്ടാണ് ഇവിടെ പല സ്ഥലത്തും മണ്ണിട്ട് പൊന്തിച്ചിരിക്കുന്നത്. അപ്പൊ മതിൽമൂല ഭാഗത്ത് വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡിവൈഡറിന്റെ വർക്ക് നടന്നിരിക്കുന്നു. ക്രാഷ് ബാരിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് W സ്റ്റീൽ ക്രാഷ് ബാരർ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പൂർണ്ണമായിട്ട് കണ്ടൽക്കാടാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വരാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്നു. പിന്നീട് വഴികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കരമായ ചളിക്കട്ടേക്കായിരുന്നു. ഇവിടെയൊക്കെ വർക്ക് എടുക്കുന്ന സമയത്ത് നല്ല ഒരു മണം കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ സൈഡിലൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ല. സർവീസ് റോഡുള്ള ഭാഗത്താണ് നിങ്ങൾ ഈ W സ്റ്റീൽ ക്രാഷ് ബാരർ കണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് ടർഫിങ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് പണികൾ പൂർത്തിയാക്കിയ കോട്ടക്കൽ ബൈപ്പാസിൽ കണ്ടിട്ടുണ്ട്, സൈഡിൽ മണ്ണിട്ട് പൊന്തിച്ച സ്ഥലമായിരിക്കും അവിടെ പുല്ല് പിടിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന സ്ഥലമുണ്ട്, അവിടെ സർവീസ് റോഡ് ഇല്ല. അപ്പൊ അവിടുന്ന് വെള്ളമൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ടർഫിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയിൽ കൂടെ ചെറിയ ചാലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ 2 ഭാഗത്തും വരുന്നതായിരിക്കും. അപ്പൊ ഈ ഭാഗത്തൊക്കെയാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ തള്ളി മറിക്കല്ല, ഇത് പലരും കണ്ടിട്ടില്ല. നോക്കിയാൽ നിങ്ങൾ സൈഡിലൊക്കെ ഫുള്ളായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യട്ടെ, കാരണം ഇങ്ങനെ ചെരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ടർഫിംഗ് ഓഫ് റോഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ട്, അതൊക്കെ ചെയ്തു വന്ന ഒരു അടിപൊളി സ്ഥലമായി മാറും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ശിവാലയ കൺസ്ട്രക്ഷൻ അനുഭവിച്ചിരുന്നത്. കാരണം ഇവിടെ ഫുള്ളായിട്ട് ചതുപ്പ് നിലയായിരുന്നു. ആ ചതുപ്പ് നിലത്തിലാണ് മണ്ണിട്ട് പൊന്തിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് പൊത്തിയിട്ടായിരുന്നു ഞാൻ ഈ ഭാഗത്തെ വീഡിയോ എടുത്തിരുന്നത്. കാരണം അത്രയും അധികം ചളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വർക്ക് നടക്കുന്ന സമയത്ത് ആ ചളിയൊക്കെ ഇളകിയിട്ട് ഒരു പ്രത്യേക സ്മെല്ലും കൂടി ഉണ്ടായിരുന്നു. മതി ഇപ്പൊ എന്തായാലും അതൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇവിടെയൊക്കെ 6 വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ആ പാലട്ടോ. ഈ പാലത്തിന്റെ
രണ്ട് ഭാഗത്തും വർക്ക് നടക്കാനുണ്ട്. ഒരു ഭാഗത്ത് മണ്ണിട്ട് പൊന്തിച്ച് വരികയാണ്. ഇവിടെ സർവീസ് റോഡ് ഇല്ല. അതുപോലെ തന്നെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ട് മാസ്റ്റിക് പാഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു, മറുഭാഗത്ത് ഇനി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ബൈപ്പാസുകളുടെ നിർമ്മാണങ്ങളൊക്കെ വളരെയധികം വേഗതയിൽ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ശക്തമായ ഒരു വേനൽമഴ കിട്ടി. അപ്പൊ കുറച്ചൊന്ന് പണികൾ പല സ്ഥലത്തും ഒന്ന് ലാഗായിട്ടുണ്ട്. കാരണം അവിടെ ചളി ഇളകിയിട്ട് മണ്ണിളകിയിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്തായാലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ശിവാലയ കൺസ്ട്രക്ഷന് 2 റീച്ചാണുള്ളത് തൃശ്ശൂർ ജില്ലയിൽ. ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരും, തളിക്കുളം മുതൽ പിന്നീട് നമ്മൾ കൊടുങ്ങല്ലൂർ വരും. അതിൽ 2 ബൈപ്പാസുകൾ മാത്രമേ ആദ്യത്തെ റീച്ചുള്ളൂ. ബാക്കി എല്ലാ ബൈപ്പാസുകളും വന്നിരിക്കുന്നത് 2ാമത്തെ റീച്ചിലാണ്. അതും ഈ ബൈപ്പാസുകളെല്ലാം വന്നിരിക്കുന്ന ഇതുപോലുള്ള കണ്ടൽക്കാടുകൾ അതുപോലെ തന്നെ തെങ്ങുംതോപ്പിന്റെ ഇടയിൽ കൂടിയാണ് ഈ ബൈപ്പാസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ കുറെ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മണ്ണ് കിട്ടാത്ത കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പിന്നീട് 2 അണ്ടർപാസുകൾ അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഒന്ന് പള്ളിവളവിൽ നിന്നും വെള്ളാങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുമ്പോൾ അതാണ് ഈ അണ്ടർപാസ്. അതിന്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റും കഴിഞ്ഞിരിക്കുന്നു, ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് രണ്ടാമത് വന്നിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പള്ളിവളവിൽ നിന്നും ചക്കരപ്പാടം പോകുന്ന വഴിയുണ്ട്, അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഈ ഭാഗം വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് സർവീസ് റോഡ് 2 ഭാഗത്തുണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടർപാസ് നിർമ്മിച്ചുള്ള മറുഭാഗത്തുള്ള ടാറിങ്ങിന്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിവൈഡറിന്റെ വർക്കും നടന്നിരിക്കുന്നു കേട്ടോ. സർവീസ് റോഡിന്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അതിനു മുമ്പ് വരുന്ന സമയത്ത് നല്ല മഴക്കാലമായിരുന്നു. അന്ന് പണികളൊക്കെ വളരെയധികം സ്ലോ ആയിരുന്നു. കാരണം ഈ മണ്ണിട്ട് പൊന്തിക്കുന്ന സ്ഥലത്താണ് ഈ മഴക്കാലം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയ സമയത്ത് ഏകദേശം അന്ന് വർക്കുകൾ നടന്നുകൊണ്ടിരുന്ന ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ വലതുഭാഗത്ത് ഒരു പമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതിനുള്ള സ്ഥലമാണിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻട്രി എക്സിറ്റ് ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. എന്തായാലും ലൈൻ മാർക്കിംഗ് ഉടനെ ഈ ഭാഗത്ത് ആരംഭിക്കുന്നു. ഇനി അടുത്തത് പുന്നക്ക ബസാറിൽ വന്ന അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിനനുസരിച്ചുള്ള 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ നല്ല വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് ഏകദേശം ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ 6 പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ട മാതിരത്തെ അണ്ടർപാസിന്റെ നിർമ്മാണങ്ങളല്ല ഇവിടെ. ശരിക്കും മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ചാൽ 2 ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ച് ചെയ്യല്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ശരിക്കും നടന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ഓവർ ഒക്കെ നിർമ്മിക്കണ മാതിരി പീറും പിന്നെ പീർ ക്യാപ്പൊക്കെ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള മതിലകം റോഡ് ഉണ്ടല്ലോ, ആ റോഡിന് പാരലായിട്ട് തന്നെയാണ് മതിലകം ബൈപ്പാസ് വന്നിരിക്കുന്നത്. പുന്നക്ക ബസാർ വന്ന അണ്ടർപാസിന്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആറി പാനലിന്റെ വർക്കുകളൊക്കെ കുറേ സ്ഥലത്ത് കഴിഞ്ഞിരിക്കുന്നു. ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ പുന്നക്ക ബസാർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് ഉണ്ട്. നമ്മുടെ മൂന്നുപിടിക ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറുഭാഗത്ത് എൻട്രി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ റീച്ചിൽ കണ്ട രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പണികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഇവർ സൈൻ ബോർഡുകൾ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എങ്ങനെ വെച്ചാൽ പണികൾ പൂർത്തിയായതിനു ശേഷമാണ് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടേതായ രീതിയിൽ ഉണ്ടാവും ഓരോ റോഡിന്റെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും. അപ്പോൾ ഇതൊക്കെയാണ് മതിലകം ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.